ഒന്നാം പാഠത്തിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ. A fraction simplified after adding 1 to its numerator becomes 1/3. If instead 1 is added to the denominator and then simplified, it becomes 1/4. What is the fraction? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/4 കിട്ടി. ഏതാണ് ഭിന്നസംഖ്യ? നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഭിന്നസംഖ്യ എങ്ങനെ എഴുതാം? x/y അല്ലേ? അപ്പോൾ x/y എക്സിനോട് 1 കൂട്ടിയപ്പോൾ എത്ര നമുക്ക് കിട്ടി? 1/3 കിട്ടി. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് എന്താണ്? x/yനോട് 1 കൂട്ടിയപ്പോൾ അല്ലേ? വൈനോട് 1 കൂട്ടിയപ്പോൾ എത്ര കിട്ടിയത് നമുക്ക്? 1/2. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവയെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. x + 1/1 y = 1/3 അല്ലേ? ഇങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എങ്ങനെ വരും? 3 × x + 1 = y. കണ്ടോ? 3ൻ്റെ ഉള്ളിലാക്കി x + 1 ഉള്ളിലാക്കി എഴുതി. y 1നോട് ഇൻറ്റു ചെയ്തപ്പോൾ y ആയി മാറി. അപ്പോൾ yൻ്റെ ആൻസർ നമുക്ക് തിരിച്ചെഴുതാം. y = 3 × x + 1. ഇനി നമുക്ക് വീണ്ടും ഇവിടെ ശ്രദ്ധിക്കാം. ഇത് നമുക്ക് എന്തായി? ഇതിന് നമുക്കതുപോലെ ചെയ്യാം. എങ്ങനെ? ഇവിടെ 1/2 അല്ല കേട്ടോ, 1/4 ആണ്. അപ്പോൾ x/y + 1 അല്ലേ = 1/4 എന്നുള്ളത് നേരെ ഇങ്ങോട്ടും നേരെ ഇങ്ങോട്ടും. അപ്പോൾ എന്തായി മാറി? 4നെ x ഓൺ ചെയ്യുമ്പോൾ 4x = എന്താണ് ഇവിടെ? 1 y + 1 അപ്പോൾ y + 1. ഓക്കെ ആണല്ലോ. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. 4x = y + 1. 4x yൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ നമ്മൾ കണ്ടല്ലോ, അത് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 3 × x + 1. ഇനി +1 ആഡ് ചെയ്ത്. ഓക്കെ ആയല്ലോ. ഇനി 4x = ഇവയെ ഇൻറ്റു ചെയ്യാം. 3x 3 × 1 3 +1. ഇനി നമുക്ക് എക്സുകളെല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവരാം. 4x എന്താണ്? -3x = 3 + 1. 4xന്ന് 3x കുറച്ചാൽ എത്രയാണ്? x ആണ്. = 3 + 1 എത്രയാണ്? 4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ നോക്കാം. ഏതാ വരിക? 4x. ഈ ഇക്വേഷൻ കണ്ടോ? ഈ ഇക്വേഷൻ ഇതാ. 4x = y + 1. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് 4xന് എത്ര കിട്ടിയിട്ടുണ്ട്? 4 കിട്ടിയിട്ടുണ്ട് അല്ലേ? 4 എഴുതാം. എക്സിൻ്റെ സ്ഥാനത്ത് 4 എഴുതി. = y + 1. 4 × 4 16 = y + 1. ഇനി എന്താ വേണ്ടത്? ഈ y 16ൻ്റെ അടുത്തേക്ക് ഈ +1 ഇങ്ങോട്ട് വരുമ്പോൾ എത്രയായി? -1 ആയി. = y. 16 1 കുറച്ചാൽ എത്രയാണ്? 15 y. കണ്ടോ? അപ്പോൾ yൻ്റെ വില എത്ര കിട്ടി നമുക്ക്? 15. അപ്പോൾ x/y എക്സിൻ്റെ വില 4, yൻ്റെ വില 15. 4/15 ആണ് ആൻസറായിട്ട് വരുന്നത്.